കല്യാണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി. ഇപ്പൊ പുതിയൊരു സംഗതി, ഹജ്ജിന്റെ സീസൺ ആണല്ലോ, ഹാജി ടു ബി. എന്നിട്ട് ഹാജിയാർ കോലം കെട്ടി നിൽക്കാണ്, അത് ആഘോഷമാക്കുന്നു. ഹജ്ജ് ഇബാദത്തല്ല കൂട്ടരെ. എത്ര ചെറുപ്പക്കാരാണ് ആഹ്ലാദങ്ങളിലാണ്, ആനന്ദങ്ങളിലാണ്, സന്തോഷങ്ങളിലാണ്. പക്ഷേ അവരറിയുന്നില്ലല്ലോ അവരെ പുതക്കാനുള്ള കഫൻ പുടവ തയ്യാറായിട്ടുണ്ട് എന്ന്, അവരെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടിൽ തയ്യാറായിട്ടുണ്ട് എന്ന്. മഴ റബ്ബിന്റെ വലിയ അനുഗ്രഹമാണ്. പല നാടുകളിലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളുടെ ഒരു സംസാരത്തിൽ, നമ്മുടെ ഒരു പ്രോഗ്രാമിന് ഒരു പ്രയാസം വന്നു എന്നതുകൊണ്ട് ഈ അനുഗ്രഹത്തിനെതിരെ ഒരു ചിന്തയോ ഏതെങ്കിലും തരത്തിലുള്ള സംസാരങ്ങളോ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. പ്രിയമുള്ളവരെ, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുമലിൽ കൈവച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഇബ്നു ഉമർ, ഈ ദുനിയാവ് ഒരു ഇടത്താവളമാണ്. ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ഈ ദുനിയാവിൽ കഴിയണമെന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. ഏത് സമയത്തും അവസാനിക്കാവുന്ന, അതിവേഗത്തിൽ നമ്മളിൽ നിന്ന് യാത്ര ചോദിക്കുന്ന ഒന്നാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ദുനിയാവ് എന്നുള്ളത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് മുസ്ലിം സമുദായം പോലും എന്തിനാണ് ഈ ദുനിയാവിലേക്ക് കടന്നു വന്നത് എന്ന് മറന്നുകൊണ്ട് ദുനിയാവിൽ ആഹ്ലാദിക്കാനും പരമാവധി ദുനിയാവ് വാരിക്കൂട്ടാനും ദുനിയാവിന്റെ സുഖങ്ങളുടെ പിറകെ ഓടി നടക്കാനും അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അല്ലാഹുവിന്റെ വഅദ്, അല്ലാഹുവിന്റെ വാഗ്ദാനം ഹക്കാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഈ ദുനിയാവ് നമ്മളെ വഞ്ചിക്കുന്നതാണ്. ഈ ദുനിയാവിന്റെ പച്ചപ്പുകൾ, ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, ഈ ദുനിയാവിന്റെ സുഖസൗകര്യങ്ങൾ, അത് നമ്മളെ വഞ്ചിച്ച് കളയുന്നതാണ്. കാത്തിരിക്കുന്നത് പ്രിയമുള്ളവരെ നിത്യസുഖങ്ങളുടെ സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ ആ സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതല്ലാതെ ദുനിയാവിന്റെ ഏതെങ്കിലും സുഖങ്ങളുടെ പിറകെ, ദുനിയാവിലെ ഏതെങ്കിലും ആനന്ദങ്ങളുടെ പിറകെ ഒരു കാരണവശാലും നമ്മൾ പോകരുത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് കാത്തു നിൽക്കുന്ന സമയത്ത് രാവിലെ ഒരു 6:30 ഒരു സമയം ട്രെയിൻ വന്നു നിന്നു. ഒരു ചെറുപ്പക്കാരൻ ട്രെയിനിൽ നിന്ന് താഴേക്കിറങ്ങി. ആ ഇറങ്ങുന്ന സമയത്ത് കാലിടറി ആ ചെറുപ്പക്കാരൻ ട്രാക്കിലേക്ക് വീണു. ട്രെയിൻ മുന്നോട്ടേക്ക് നീങ്ങി, ആളുകൾ തടിച്ചുകൂടി. റെയിൽവേ സ്റ്റേഷനിന്റെ ചുറ്റും മരണത്തിന്റെ ഗന്ധമുണ്ട്. ആളുകളെല്ലാവരും തടിച്ചുകൂടിയിരിക്കുന്നു. റെയിൽവേ ട്രാക്കിൽ ഛിന്ന ഭിന്നമായ ആ മനുഷ്യന്റെ ശരീര കഷ്ണങ്ങളുണ്ട്. പ്ലാറ്റ്ഫോമിൽ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഉടനെ ചില ഉദ്യോഗസ്ഥരെത്തി ഒരു പ്ലാസ്റ്റിക് കവറിൽ ആ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ ചേർത്തുവച്ചു. 2 ഭാഗങ്ങളിലും കെട്ടി അവർ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു. ചില സ്ത്രീകൾ അവിടേക്കെത്തി. അവർ ആ പ്ലാറ്റ്ഫോമിൽ വെള്ളമൊടിച്ച് ആ രക്തം കഴുകി ശുദ്ധിയാക്കി. ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ ഒരു മരണം നടന്നതിന്റെ യാതൊരുവിധ അടയാളങ്ങളുമില്ലാത്ത അങ്ങനെയുള്ള രൂപത്തിൽ അത് ശുദ്ധീകരിക്കപ്പെട്ടു. ഞാൻ ആലോചിച്ച വിഷയം, അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ വേഗത്തിൽ നടക്കുന്നു, കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നു. ഒരു മരച്ചുവട്ടിൽ ചില മാംസ കഷ്ണങ്ങളായി ഒരു മനുഷ്യന്റെ ശരീരം കിടക്കുകയാണ്. അയാളുടെ ബാഗ് തുറന്നു നോക്കിയപ്പോ അതിൽ ലൈസൻസ് ഉണ്ട്. 26 വയസ്സാണ് ആ ചെറുപ്പക്കാരന്റെ പ്രായം. അതിൽ കുറച്ച് മിഠായി പൊതികളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്.
ആ മനുഷ്യന്റെ വസ്ത്രം അയൺ ചെയ്തു മനോഹരമായി മടക്കി വച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന 30 കഴിഞ്ഞവരെ, 40 കഴിഞ്ഞവരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോലെ ഭാര്യയെ കാണാൻ ആഗ്രഹമുള്ള, നമ്മളെപ്പോലെ മക്കളെ കാണാൻ ആഗ്രഹമുള്ള, ഞാനിതാ തിരൂരിൽ നിന്ന് ബസ് കയറി, ഒരു 8:30 മഞ്ചേരി എത്തി. അവിടെ നിന്ന് അടുത്ത ബസ് കയറി നിലമ്പൂരുള്ള എന്റെ വീട്ടിലെത്തുമെന്ന് സ്വപ്നം കണ്ട, കിനാവ് കണ്ട ഒരു മനുഷ്യന്റെ ജീവിതം ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് മാറിയെങ്കിൽ, ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിച്ചുവെങ്കിൽ, വകം മിൻ ഫതാ അംസാ വഅസ്ബഹ ലാഹികൻ ഫഖദ് നുസിജത് അക്ഫാനുഹു ഫഹുവ ലാ യദ്രി. എത്ര ചെറുപ്പക്കാരാണ് ആഹ്ലാദങ്ങളിലാണ്, ആനന്ദങ്ങളിലാണ്, സന്തോഷങ്ങളിലാണ്. പക്ഷേ അവരറിയുന്നില്ലല്ലോ അവരെ പുതക്കാനുള്ള കഫൻ പുടവ തയ്യാറായിട്ടുണ്ട് എന്ന്, അവരെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടിൽ തയ്യാറായിട്ടുണ്ട് എന്ന്. ദുനിയാവിന്റെ ആനന്ദങ്ങളിൽ മതിമറക്കുന്ന ചെറുപ്പക്കാരെ, ചിന്തിക്കണേ. നമ്മളെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടിൽ തയ്യാറായിട്ടുണ്ട്, നമ്മളെ പുതക്കാനുള്ള കഫൻ പുടവ തയ്യാറായിട്ടുണ്ട്. നമ്മളെ ചുമന്നു കൊണ്ടുപോകുന്നവർ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട്. കൊണ്ടുപോയി വെക്കാനുള്ള മണ്ണും തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ടോ? മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് ഇന്നു ഞാൻ മരണപ്പെട്ടാൽ ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കുമെന്ന ധാരണയിലാണ് കടിഞ്ഞുകൂടുന്നത്. എത്രയെത്ര ആഘോഷങ്ങളാണ്, എന്തെല്ലാം തരത്തിലാണ് ഇന്ന് മുസ്ലിം സമുദായം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ കല്യാണങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മളുടെ ഈ നാട്ടിൽ, നമ്മളുടെ ഈ പ്രദേശത്ത് ഇസ്ലാമിലെ കല്യാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും മാന്യമാണ്. ഇസ്ലാമിലെ കല്യാണം ലളിതമാണ്. നോക്കൂ, മഹാനായ സഈദ് ഇബ്നു മുസയ്യബ് റഹിമഹുള്ളയുടെ മകളുടെ കല്യാണം, ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കുകയാണ്. എങ്ങനെയാണ് ആ കല്യാണം എന്നറിയുമോ? സഈദ് ഇബ്നു മുസയ്യബിന്റെ സദസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. ആ വിദ്യാർത്ഥിയുടെ പേരാണ് ഇബ്നു അബി വദാഅ. കുറച്ചു ദിവസം അദ്ദേഹത്തെ ആ സദസ്സിൽ കാണുന്നില്ല, അദ്ദേഹത്തെ മജ്ലിസിൽ കാണുന്നില്ല. അദ്ദേഹം വന്നപ്പോൾ സഈദ് ഇബ്നു മുസയ്യബിന്റെ ചോദ്യം, നിങ്ങൾ എവിടെയായിരുന്നു? കുറച്ചു ദിവസം വിജ്ഞാനത്തിന്റെ മജ്ലിസിൽ നിങ്ങളെ കണ്ടില്ലല്ലോ, വിജ്ഞാനത്തിന്റെ സദസ്സിൽ നിങ്ങളെ കണ്ടില്ലല്ലോ, നിങ്ങൾ എവിടെയായിരുന്നു? അദ്ദേഹത്തിന്റെ മറുപടി, എന്റെ ഭാര്യ മരണപ്പെട്ടു, ആ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. സഈദ് ഇബ്നു മുസയ്യബിന്റെ ചോദ്യം, മറ്റൊരു വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മറ്റൊരു വിവാഹം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ മറുപടി, എനിക്കാരാണൊരു കല്യാണം കഴിച്ചു തരിക? മാ അംലികു ഇല്ലാ ദിർഹമൈൻ, 2 ദിർഹമല്ലാതെ എനിക്ക് സമ്പാദ്യങ്ങളില്ല. എന്റെ കയ്യിലുള്ള ഏക സമ്പാദ്യം 2 ദിർഹമുകളാണ്. 2 ദിർഹം ഈ ദുനിയാവിൽ എന്റെ കൈകളിലുള്ള സമ്പാദ്യം. ആ 2 ദിർഹം മാത്രം കൈകളിലുള്ള എനിക്കാരാണ് ഒരു ഇണയെ നൽകുക? ചരിത്രത്തിൽ കാണാം, സഈദ് ഇബ്നു മുസയ്യബ് ഹംദു ചൊല്ലി, സ്വലാത്തു ചൊല്ലി, അതിനുശേഷം അദ്ദേഹത്തിന്റെ മകളെ മതബോധമുള്ള ചെറുപ്പക്കാരന് ആ മജ്ലിസിൽ വെച്ചുകൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഏതാണ് ആ പെണ്ണെന്നറിയുമോ? ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ വിവാഹം അന്വേഷിച്ചവരാണവർ. ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ, ഗവർണർമാർ, ആ നാട്ടിലെ ധനികന്മാർ, അവർ വിവാഹം അന്വേഷിച്ചൊരു പെണ്ണിനെ 2 ദിർഹം മാത്രം സമ്പാദ്യമുള്ള ഒരു ചെറുപ്പക്കാരന് എന്തേ സഈദ് ഇബ്നു മുസയ്യബ് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള കാരണം ദിർഹമിനേക്കാൾ വലിയൊരു സമ്പാദ്യം ആ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. അത് ഖുർആനാണ്, അത് ഹദീസാണ്, അത് സുന്നത്താണ്, അള്ളാഹുവിന്റെ ദീനാണ്.
അന്ന് അദ്ദേഹം നോമ്പുകാരനാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ആകെ കൈകളിലുള്ളത് ഒരു ഹുബുസാണ്. സൈത്തും ഹുബുസും കടിച്ചുകൊണ്ടിരിക്കുമ്പോ വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. ആരാണ് ഈ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. മൻഹാദ, ആരായി വാതിൽ മുട്ടുന്നത്? മറുപടി കിട്ടി, സഅദാണ്, സഈദാണ്. അദ്ദേഹം പറയുന്നു, ആ നാട്ടിലുള്ള മുഴുവൻ സഈദുമാരും എന്റെ മനസ്സിലൂടെ കടന്നുപോയി, സഈദ് ഇബ്നു മുസയ്യബ് അല്ലാതെ. കാരണം ഫഇന്നഹു ലം യറ 40 സന ഇല്ലാ ബൈന ബൈതിഹി വൽ മസ്ജിദ്. 40 കൊല്ലക്കാലം സഈദ് ഇബ്നു മുസയ്യബിനെ ഞങ്ങൾ പള്ളിയിലും അദ്ദേഹത്തിന്റെ വീട്ടിലുമല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ സഈദ് ഇബ്നു മുസയ്യബാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹം തന്റെ മകളെയും കൈപിടിച്ചു കൊണ്ടുവന്ന് ആ ചെറുപ്പക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്ര ലളിതമാണ് ഇസ്ലാമിലെ കല്യാണം, ഇത്ര ലളിതമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കല്യാണം. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? എല്ലാം അവർക്ക് ആഘോഷമാണ്. എങ്ങനെയും പണത്തിന്റെ ഹുങ്ക് കാണിക്കണം, തന്റെ സമ്പത്തിന്റെ കിബുറ് കാണിക്കണം. ആ രൂപത്തിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കല്യാണത്തിന്റെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു. കല്യാണം തീരുമാനിക്കുന്നതോടുകൂടെ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. സേവ് ദ ഡേറ്റ്. ഉപ്പയും ഉമ്മയുമാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഇവനാരാണ്, ഇവളാരാണ്, മഹർ കൊടുത്ത് സ്വീകരിച്ചോ, കല്യാണം നടന്നോ, തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ബൈക്കിലൂടെ യാത്ര ചെയ്യുന്നു, ക്യാമറാമാൻ ഒരുക്കുന്നു, എന്നിട്ട് ഉമ്മയാണ് നിർദ്ദേശം കൊടുക്കുന്നത്, അങ്ങനെ ചെയ്യേ, ഇങ്ങനെ ചെയ്യേ. അത് വീഡിയോ എടുത്ത് അത് റീൽസ് ആക്കി അത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നവരെ, ശുദ്ധ തോന്നിവാസം, ശുദ്ധമായ ഹറാം. കല്യാണം ആരംഭിക്കുന്നതിന് മുമ്പേ ഹറാമിലൂടെ തുടങ്ങുമ്പോ ആ കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ് ബറക്കത്തുണ്ടാവുക? കല്യാണത്തിന്റെ അന്ന് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഖത്തീബ് പറയും, ഇതാ എല്ലാരും ബറക്കത്തിന് പ്രാർത്ഥിക്കണം. വധൂവരന്മാർക്ക് വേണ്ടി ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ. ബറക്കത്തിന് പ്രാർത്ഥിക്കണേ. ബറക്കത്ത് തടയുന്ന എല്ലാ തോന്നിവാസങ്ങളും കല്യാണ വീടുകളിൽ ഒരുക്കി വച്ച് ബറക്കത്തിനെ തടയുന്ന സകല ഹറാമുകളും കല്യാണത്തിന്റെ പേരിൽ ചെയ്തു വെക്കുന്ന കല്യാണത്തിൽ എങ്ങനെയാണ് കൂട്ടരെ ബറക്കത്തുണ്ടാവുക? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ആ റബ്ബാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകേണ്ടത്. കല്യാണത്തിന്റെ വേഷം എന്താണ്? അത് ചെക്കൻ മാത്രല്ല, അവന്റെ കൂട്ടുകാര് മൊത്തം ഓരോ കല്യാണങ്ങളിലും കോലം കെട്ടിയാടുന്നു. 10-15 ലക്ഷങ്ങൾ മുടക്കി കല്യാണത്തിന്റെ പേരിൽ ദൂർത്തടിക്കുന്നവർ, സൗന്ദര്യ പ്രകടനങ്ങൾ നടത്തുന്നവർ. സഹോദര, അതിലെങ്ങനെയാണ് ബറക്കത്തുണ്ടാവുക? ഒരു നിക്കാഹ് കഴിഞ്ഞിട്ട് കാറിന്റെ ഒരു മൈക്കെടുത്തിട്ട് പറയാണ്, ഇനി നമ്മൾ മണിയറ കാണൽ ചടങ്ങിലേക്ക് പ്രവേശിക്കാണ്. ഒരു പുതിയൊരു ചടങ്ങ്, മണിയറ കാണൽ ചടങ്ങ്. അതിന്റെ അർത്ഥം കാണാൻ മാത്രമുള്ള ഒരു മണിയറ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് എല്ലാരും കൂടെ മണിയറ കാണാൻ വേണ്ടി പോവാൻ. എന്തെല്ലാം ആഘോഷങ്ങളാണ് കൂട്ടരെ! കല്യാണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി. ഇപ്പൊ പുതിയൊരു സംഗതി, ഹജ്ജിന്റെ സീസൺ ആണല്ലോ, ഹാജി ടു ബി. എന്നിട്ട് ഹാജിയാർ കോലം കെട്ടി നിൽക്കാണ്, അത് ആഘോഷമാക്കുന്നു. ഹജ്ജ് ഇബാദത്തല്ല കൂട്ടരെ. നിസ്കരിക്കുമ്പോ ആരെങ്കിലും അത് റീലെടുത്തിട്ട് അത് ലൈക്ക് കിട്ടാൻ, അത് ഷെയർ കിട്ടാൻ കോലം കെട്ടിയാടുമോ? ഇബാദത്തുകൾ പോലും നമ്മളറിയാതെ നമ്മളിൽ നിന്ന് റാഞ്ചിയെടുക്കുകയാണ് കമ്പോളം. ഇത് വളരെ ഗൗരവത്തോടു കൂടെ കാണണം. മഞ്ഞൾ കല്യാണം, ഹൽദി,
ഓരോ പേരുകൾ ഇട്ടുകൊണ്ട് ആഘോഷം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവന്റ് മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് പോലെയാകരുത് മുസ്ലിം വീടുകളിലെ കല്യാണം. ഇന്ന് തീരുമാനിക്കാൻ, അവരെ ഏൽപ്പിക്കാൻ, ഇനി അവര് പറയും, എന്നിട്ട് അവര് തീരുമാനിക്കാൻ. ഇതാ 11:30 പെണ്ണവിടെ എത്തണം. പെണ്ണെത്തുന്ന സമയത്ത് മയ്യത്ത് കൊണ്ടുപോകും ഒരു തുണിങ്ങനെ പിടിക്കല്ലോ, അതുപോലെ കുറച്ച് 5-6 പെണ്ണുങ്ങൾ ആ തുണിങ്ങനെ പിടിക്കും. എന്നിട്ട് ആ പെണ്ണിങ്ങനെ നടന്നു വരും. എന്നിട്ട് ബാപ്പാനോട് പറയാണ്, ഇതാ നിങ്ങൾ വലതുഭാഗത്ത് നിൽക്കിൻ. അപ്പൊ അത് ബാപ്പ അതിനനുസരിച്ച് നിന്ന് കൊടുക്കുന്നു. ഉമ്മ കുറച്ചൊന്ന് കരയിൻ. മോളെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ ഇതാ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഉമ്മ ഒന്ന് കരയണം. അപ്പൊ ക്യാമറാമാൻ ഒന്ന് സൂം ചെയ്യും, ഉമ്മ കരയാൻ പോവാണ്. അങ്ങനെ മുസ്ലിം സമുദായം കൊണ്ട് കോലം കെട്ടിക്കുന്നു. ഇതിനാരാ നിന്ന് കൊടുക്കുന്നത്? എന്നിട്ട് സ്റ്റേജിലെത്തിയിട്ട് അവൻ പ്രപ്പോസ് ചെയ്യാൻ ഇതുവരെ കാണാത്ത പോലെ മുട്ടിൽ നിന്ന് ഒരു മോതിരങ്ങനെ ചൂണ്ടിയിട്ട് അവന് പ്രപ്പോസ് ചെയ്യും. അപ്പൊ പുതിയണ്ണിങ്ങനെ നാണത്തില് ആദ്യമായിട്ട് കാണാൻ. കൂട്ടരെ, ഇതാരെ കാണിക്കാനാണ് ഈ കോലം കെട്ടൽ? കാരണവന്മാരെ, എങ്ങനെയാണ് മുസ്ലിം കുടുംബങ്ങളിലേക്ക് ഈ ആഘോഷങ്ങൾ കടന്നു വന്നത്? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാസർഗോഡ് നിന്ന് കണ്ടൊരു വീഡിയോ. വലിയ കേക്കും വെച്ചിട്ട് സുന്നത്ത് കല്യാണത്തിന്റെ ആഘോഷം, സുന്നത്ത് കല്യാണം ആഘോഷിക്കുന്നു. എന്നിട്ട് അതില് മുന്നില് പ്രായമായ വല്യന്മാരൊക്കെ ഒരു കാച്ചി തുണിയും ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ആദ്യം വല്യമ്മമാരെ ഘോഷയാത്ര, പിന്നെ വല്യപ്പമാരെ ഘോഷയാത്ര, പിന്നെ താത്താമാരുടെ ഘോഷയാത്ര, കല്യാണങ്ങൾക്ക് മിഠായി കൊടുക്കൽ. എന്നിട്ട് ഓരോരുത്തരുടെ കയ്യിലും ഓരോ താജ്മഹൽ. ആ താജ്മഹലിന്റെ ചോക്ലേറ്റുമായിട്ട് ഓരോരുത്തരിങ്ങനെ വരിക, എന്നിട്ട് അതിങ്ങനെ കൊടുക്കുക. ഇസ്ലാമിലെ കല്യാണം അങ്ങനെയുണ്ടോ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കല്യാണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഒരു സുഗന്ധം കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അബ്ദുറഹ്മാനെ കല്യാണം കഴിഞ്ഞോ? നബിയെ കല്യാണം കഴിഞ്ഞു. അള്ളാന്റെ റസൂലെ കല്യാണം കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലോ 40,000, 10,000, 5,000 എല്ലാ മനുഷ്യരും പങ്കെടുക്കണം. അതിലേതെങ്കിലും ഒരാളെ മറന്നാൽ അതോടുകൂടെ ബന്ധം തെറ്റി. ഒരു കാരണം, ഒരു തെറ്റിയത് കല്യാണത്തിന് വിളിക്കാത്തതിനല്ല, സ്വർണ്ണം എടുക്കാൻ പോകുന്നത് അമ്മോനോട് ചോദിക്കാത്തതിന്റെ പേരിൽ മുപ്പര് ബന്ധം മുറിച്ചു. അതാണ് അവസ്ഥ. സ്വർണം എടുക്കാൻ പോകുന്ന ഒരു ചടങ്ങ്, സ്വർണം കാണാൻ പോകുന്ന ഒരു ചടങ്ങ്, മൈലാഞ്ചിയിടൽ ചടങ്ങ്. ഇവിടെയോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കല്യാണം റസൂലുള്ളാഹി അറിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കല്യാണം കഴിഞ്ഞോ? ഔലിം വലൗ ബിശാത്ത്. എന്നാൽ അബ്ദുറഹ്മാനെ ചെലവ് കിട്ടണം. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ എന്നാ ചെലവ് കിട്ടണം കേട്ടോ. ആരും അറിയാതെ കല്യാണം കഴിച്ചിരിക്കാണില്ലേ, എന്നാ ചെലവ് കിട്ടണം. ഒരു ആടിനറുത്തിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടാ. എത്ര ലളിതമായിരുന്നു. ജാബിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ജാബിറേ, ചെറുപ്പക്കാരനാണ്, ഇങ്ങനെ നടന്നാ മതിയോ? ഒരു കല്യാണം കഴിക്കണ്ടേ? അദ്ദേഹത്തിന്റെ മറുപടി, നബിയെ കല്യാണം കഴിഞ്ഞു. അതും റസൂലുള്ളാഹി അറിഞ്ഞിട്ടില്ല. നമ്മളെ ചില മഹലിലൊക്കെ ഭയങ്കര പിടിവാശിയാണ്. മഹല്ലറിയാതെ ഒന്നും നടക്കരുത്. മഹലിന്റെ ഖുത്ബ തന്നെ വേണം. മഹല്ല് ഖാലി തന്നെ തീരുമാനിക്കും. അതില്ല എങ്കിൽ ഇതാ നിങ്ങളെ മഹല്ലിൽ നിന്ന് പേര് വെട്ടും, ഊരുവിലക്ക്. മഹല്ല് സെക്രട്ടറിയാണ് റസൂലുള്ളാഹി, മഹല്ലിന്റെ പ്രസിഡന്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഖാളിയാണ്, നേതാവാണ്, എല്ലാമാണ്. പക്ഷേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല. പ്രവാചകന്റെ ചോദ്യം, കന്യകയാണോ വിധവയാണോ? നബിയെ വിധവയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതെന്തു പറ്റി ജാബിറേ? ചെറുപ്പമല്ലേ, ചെറുപ്പക്കാരനല്ലേ, ഒരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? നബിയെ ചെറിയ പെങ്ങന്മാരാണ് വീട്ടിലുള്ളത്. ഉപ്പ മരണപ്പെട്ടു,
ഞാൻ ആഗ്രഹിക്കുന്നത് ആ പെങ്ങന്മാർക്ക് ഒരു ഉമ്മയുടെ, ഒരു താത്തയുടെ സ്ഥാനത്തുള്ള ഒരാളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിലെ കല്യാണം പ്രിയമുള്ളവരെ, അത് മാന്യമായിരിക്കണം. ആ കല്യാണത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ആ വധൂവരൻ വരന്മാരുടെ ദീനായിരിക്കണം. നമ്മുടെ ഒരു ആദർശ സുഹൃത്തിന്റെ ഭാര്യ മരണപ്പെട്ടപ്പോൾ ആ ഭാര്യയുടെ മയ്യത്തിന്റെ മുന്നിൽ അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിച്ചത് അദ്ദേഹമാണ്. 3 കഷ്ണം തുണികളിൽ പൊതിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഇണയുടെ മയ്യത്ത് കൊണ്ടുവച്ച് അദ്ദേഹം ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കാണ്, റബ്ബേ, എന്റെ മക്കൾക്ക് തർബിയത്ത് കൊടുത്തത് ഇവളാണ്, എന്റെ മക്കൾക്ക് തർബിയത്ത് നൽകിയത്, എന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചത്, എനിക്ക് ദീനിൽ കൈപിടിച്ചെന്റെ കൂടെ നിന്നത് റബ്ബേ എന്റെ ഇണയാണ്. എന്നിട്ട് കണ്ണ് നനച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാണ്, പടച്ചോനെ, എന്റെ ഭാര്യയെ എനിക്ക് സ്വർഗത്തിലും ഇണയായി നൽകണേ, എന്റെ പെണ്ണിനെ എനിക്ക് സ്വർഗത്തിലും ഇണയായി നൽകണേ. ഇതാണ് സൗന്ദര്യം കൂട്ടരെ. മുഖത്തിട്ട 25,000 പുട്ടിയല്ല, കല്യാണത്തിന് വാടകയ്ക്കെടുത്ത 50,000 പളപളപ്പുള്ള വസ്ത്രങ്ങളല്ല, ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്ന പുതിയാപ്പളക്ക് പോകാൻ, പുതിയാപ്പളയുടെ കൂട്ടുകാർക്ക് കയറിപ്പോകാൻ വാടകയ്ക്കെടുത്ത വാഹനങ്ങളല്ല. ഇതൊന്നുമല്ല കുടുംബജീവിതത്തിന്റെ സൗന്ദര്യം. കുടുംബജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ദീനാണ്. കുടുംബജീവിതത്തിന്റെ സൗന്ദര്യം പ്രിയമുള്ളവരെ ദീനാണ്. ആ ദീനിലേക്ക് മടങ്ങണേ. സമ്പത്ത് പൊടിപൊടിക്കുകയാണ്. കാസർഗോഡ് ഒരു അനുഭവം വായിച്ചിട്ടുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ് ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ആലോചിക്കാണ്, പുതിയാപ്പിളക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കണം, അങ്ങനെയാണല്ലോ. എന്നിട്ട് രാത്രി പുതിയാപ്പിളിനെ കൊണ്ടുപോയി ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിടുക. പുതിയാപ്പിള ഇറങ്ങുന്ന നേരത്ത് കോഴിമുട്ട എറിയ, പൊടി കൊണ്ട് ഈ തലയിലൂടെ കവിത്ത. ഇതൊക്കെ ആരാണ് പഠിപ്പിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ, ഇസ്ലാമിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നവരെ, ആരാണ് ഈ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത്? ചെറുപ്പക്കാരിങ്ങനെ ആലോചിക്കാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കണ്ടേ. ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ പ്രായമായ ഒരു ഉമ്മുണ്ട്, ഒരു കുട്ടിയുടെ കൈ പിടിച്ചിങ്ങനെ നിൽക്കുന്നു. എന്തേ ഉമ്മ, നിങ്ങൾ കയറുന്നില്ലേ, ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ പറയാണ്, മോനെ, കല്യാണം വിളിച്ചിട്ട് വന്നതല്ല, കല്യാണം വിളിച്ചിട്ട് വന്നതല്ല. പേരക്കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കാണ്, ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ അവന്റെ കൈ പിടിച്ചൊന്ന് വന്നു നോക്കിയതാണ്. ആ ചെറുപ്പക്കാരൻ ആ ഉമ്മാനോട് പറഞ്ഞു, മോനെ, ഉമ്മ, നിങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു? ഉമ്മ വരൂ, ഭക്ഷണം കഴിക്കൂ, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, എന്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞ് ആ ഉമ്മയെ വിളിച്ചിരുത്തി ആ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു. ആ കുട്ടി നല്ല രുചികരമായ ഭക്ഷണം ആർത്തിയോടുകൂടെ കുട്ടി കഴിച്ചു. ആ ഉമ്മയും ആ കുട്ടിയും തിരിച്ചുപോയി. ഇവന് നേരെ ചെറുപ്പക്കാരുടെ അരികിലേക്ക് വന്ന് അവന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ലടാ, ഇപ്പൊ ഒരു ഉമ്മ ഇങ്ങനെ വന്നു, അവരുടെ കൈ പിടിച്ചൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോ വല്ലാത്തൊരു പ്രയാസം തോന്നി. കല്യാണം കഴിഞ്ഞ് 2 ചെമ്പ് ബിരിയാണി ബാക്കി വന്നിട്ടുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, അതൊക്കെ ഒരു കവറിലിട്ട് പാവങ്ങളുടെ വീട്ടിലെത്തിച്ചാലോ, പാവങ്ങൾക്ക് നൽകിയാലോ? നമ്മൾ ഈ തീരുമാനിക്കുന്ന ഓരോ അടിച്ചുപൊളികളുണ്ടല്ലോ, നമ്മൾ കാണുന്ന ഓരോ വൈബുകളുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു ആനന്ദമാണിടാ പാവപ്പെട്ടൊരു മനുഷ്യന്റെ വിശപ്പ് മാറ്റുമ്പോ, ഒരു കുഞ്ഞിന്റെ വിശപ്പ് മാറ്റുമ്പോ അതിലുള്ളത്. അവര് കവറിലാക്കി ആ ഭക്ഷണവുമായി ഓരോ പാവങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു ഉമ്മ വാതിൽ തുറന്നു. ആ വന്ന ഉമ്മയാണ്. നേരത്തെ വന്ന അതേ സ്ത്രീയുടെ വീട്ടിലേക്കാണ് അവരെത്തിയിട്ടുള്ളത്. മുന്നിലുണ്ട് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കരഞ്ഞിരിക്കുന്നു. അപ്പൊ ഉമ്മ ചിരിച്ചിട്ട് പറയാണ്, മൂത്തോന് ബിരിയാണി കഴിച്ച കഥ ഇവിടെ വന്ന് പറഞ്ഞപ്പോ അപ്പൊ തുടങ്ങിയതാണ് ചെറിയ ആളെ കരച്ചിൽ.
നിങ്ങൾ കൊണ്ടുവന്നത് വലിയ സന്തോഷായി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, നല്ലൊരു ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. മലയാളത്തിലൊരു കഥയുണ്ട്, ബിരിയാണി എന്നാണ് ആ കഥയുടെ പേര്. ഒരു വലിയ മുതലയാളി വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ബാക്കി വന്ന ബിരിയാണി മുഴുവൻ ഒരു വലിയ കുടി കുടിച്ച് അതിലേക്കിട്ടു മൂടാൻ ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരു തൊഴിലാളിയെ ഏൽപ്പിക്കുകയാണ്. അയാൾ ആ ബിരിയാണി ആ കുടിയിലേക്കിടുമ്പോ ആ മനുഷ്യന്റെ കണ്ണ് നനയുന്നുണ്ട്. ചുറ്റും കൂടി നിൽക്കുന്നവർ പറയുന്നുണ്ട്, നന്നായി കുത്തിയിറക്ക്, അതിന്റെ മുകളിൽ ചവിട്ടി താഴ്ത്ത്. കരയുന്ന ആ മനുഷ്യനോട് കൂടി നിൽക്കുന്നതിൽ ഒരാൾ ചോദിച്ചു, എന്തേ നിങ്ങൾ കരയുന്നത്? ആ മനുഷ്യന്റെ മറുപടി, എന്റെ മകളെ ഓർത്തുപോയി, എന്റെ മകളെ ഓർത്തുപോയി. മകള് പഠിക്കാണോ? മകള് പഠിക്കുകയായിരുന്നു, പക്ഷേ എന്റെ കുട്ടി മരിച്ചു, എന്റെ മകള് മരിച്ചു. എന്തേ മരിക്കാനുള്ള കാരണം? പട്ടിണിയായിരുന്നു, പട്ടിണിയായിരുന്നു, വിശപ്പായിരുന്നു. ആ മനുഷ്യൻ എങ്ങനെയാണ് ഭക്ഷണം കുടിയിലേക്ക് തള്ളിയിടുമ്പോ കണ്ണു നനക്കാതിരിക്കാൻ കഴിയുക? പ്രിയമുള്ളവരെ, നദിയിൽ നിന്ന് വുളൂ ചെയ്യുന്ന സമയത്തുപോലും ആവശ്യത്തിനു മാത്രം വെള്ളമെടുക്കണേ എന്ന് പഠിപ്പിച്ച, ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും കുടിക്കുന്ന വെള്ളം പോലും ആവശ്യത്തിനല്ലാതെ നിങ്ങൾ എടുക്കരുത് മനുഷ്യരെ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളെ, നമ്മുടെ കല്യാണങ്ങൾ എങ്ങനെയാണ് ആർഭാടത്തിന്റെ ധൂർത്തിന്റെ കേന്ദ്രങ്ങളായി മാറുന്നത്? ഒരു മനുഷ്യന് കടിക്കുന്നതിന് പരിധിയില്ലേ? നമുക്ക് കടിക്കുന്നതിന് പരിധിയില്ലേ? പലപ്പോഴും പൊങ്ങച്ചങ്ങൾ കാണിക്കാനാണ്, ആർഭാടം കാണിക്കാനാണ്, നമ്മുടെ സ്റ്റാറ്റസ് തെളിയിക്കാനാണ്. ഞാനിതാ ഇന്ന ഇന്ന കുടുംബക്കാരനാണ്, ഇന്ന തറവാടിയാണ്, ഞങ്ങളുടെ കല്യാണം അപ്പോൾ ഇങ്ങനെയാകണമെന്ന് പറയുമ്പോ നമുക്കൊറ്റ തറവാടേ ഉള്ളൂ. അതേതാണെന്നറിയോ? ഖബറാണ്. ഞാനും നിങ്ങളും എല്ലാം ചെന്ന് കിടക്കുന്ന ഒരേ ഒരു തറവാട്. ഹത്താ സുർത്തുമുൽ മഖാബിർ, ആ ഖബറിലേക്ക് കൊണ്ടു ചെന്നു വെക്കുന്നതുവരെയാണ് മനുഷ്യരെ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും. അതിനപ്പുറം എന്താ ഉള്ളത്? അതിനപ്പുറം എന്താണുള്ളത്? താനാൾ ഒരു വലിയ ധനാഢ്യന്റെ മരണവാർത്ത കേട്ട് ആ ഖബറിന്റെ അരികിൽ ചെന്ന് നിന്നപ്പോ രാത്രി 11 മണിയോടടുത്ത സമയം. അപ്പോഴാണ് ആ മനുഷ്യന്റെ മയ്യത്ത് കിട്ടുന്നത്. ഖബറിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കുന്ന സമയത്ത് നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. ആ മഴ പെയ്ത് ഖബറിലേക്ക് വെള്ളം ഊർന്നിറങ്ങുന്നു. ഖബർ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഞാൻ ആലോചിച്ച വിഷയം, ആ ഖബറിന്റെ തൊട്ടരികിൽ ആ മനുഷ്യന്റെ 3 നില വലിപ്പത്തിലുള്ള വലിയ മാളികയുണ്ട്, കൊട്ടാരമുണ്ട്. അയാളുടെ കാർ പോർച്ചിൽ 1-ലധികം വാഹനങ്ങളുണ്ട്. പക്ഷെ ഒരാളും പറഞ്ഞിട്ടില്ല, കുറച്ചു നേരം കൂടെ മുതലാളിയുടെ മയ്യത്ത് ആ വീട്ടിൽ വെച്ച് ആ കാറിൽ വെച്ച് എന്നിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കാം, ആ ചളിയൊന്നു മാറ്റി ആ വെള്ളമൊന്നു മാറ്റി നാളെ ഖബറിലേക്ക് വെക്കാം. ഒരാളും തീരുമാനിച്ചിട്ടില്ല. ആ മനുഷ്യനെ ആശ്രയിച്ച് ജീവിച്ച എത്രയോ ആളുകളുണ്ട്, ഒരാളും പറഞ്ഞിട്ടില്ല. ആ മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വച്ചു. എന്റെയും നിങ്ങളുടെയും അവസ്ഥ അത് തന്നെയാണ് സുഹൃത്തേ. നമ്മുടെ അവസ്ഥയും ഇതുതന്നെയാണ്. ആ ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കും, കല്ലുകൾ കൊണ്ട് മൂടും, അതിനു മുകളിൽ മണ്ണിട്ട് ഓരോ മനുഷ്യരും തിരിച്ചു പോകും. മലയാളത്തിലൊരു കഥയുണ്ട്. ആ കഥയുടെ പേര് ഖബർ എന്നാണ്. ആ കഥ ഇങ്ങനെയാണ്. എന്റെ വീട് ഒരു ഖബർസ്ഥാനിന്റെ അരികിലാണ്. ഓരോ ദിവസവും പുതിയ ഖബറുകൾ അവിടെ വന്നുകൊണ്ടേയിരുന്നു.
പണക്കാരന്റെ ഖബർ, പണിക്കാരന്റെ ഖബർ, കുട്ടികളുടെ ഖബർ, മുതിർന്നവരുടെ ഖബർ. ഒരു ദിവസം മൈലാഞ്ചിക്കാടിനരികിൽ ഒരു പുതിയ ഖബർ കൂടെ വന്നു. പക്ഷേ ആ ഖബർ കാണാൻ ഞാനുണ്ടായിരുന്നില്ല. ആ ഖബർ കാണാൻ ഞാനുണ്ടായിരുന്നില്ല. നമ്മുടെ മഹല്ലിൽ, നമ്മുടെ പള്ളിയിൽ നമുക്ക് വേണ്ടി ഖബർ ഒരുങ്ങുന്ന ഒരു ദിവസമുണ്ട്. 3 കഷ്ണം തുണികളിൽ നമ്മുടെ മയ്യത്ത് ആംബുലൻസിൽ ചീറിപ്പാഞ്ഞ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബക്കാർക്ക് നടുവിൽ നമ്മളെ കൊണ്ടുവന്നു വെക്കുന്ന ഒരു ദിവസം. അത് കഴിഞ്ഞ് ഖബറിലേക്ക് വെക്കും. ആളുകൾ തിരിച്ചു നടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം. ആ മനുഷ്യരിങ്ങനെ തിരിച്ചു നടക്കുമ്പോ അവരുടെ കാലിന്റെ ശബ്ദം ഖബറിൽ നിന്ന് മനുഷ്യരെ നിങ്ങൾ കേൾക്കും. ഓരോരുത്തരും ഖബറിന്റെ അരികിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്നത് ആ ഖബറിൽ ഞാൻ കേൾക്കും, നിങ്ങൾ കേൾക്കും. ആയിരക്കണക്കിന് ഖബറുകൾക്കിടയിൽ ഒരു ഖബറിൽ ഞാൻ ഒറ്റക്കാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന, നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട് കൂട്ടരെ. ആ ഖബറിൽ എന്താ കൂടെയുള്ളത്? ആ ഖബറിൽ എന്താണ് കൂടെയുള്ളത്? നമ്മുടെ അമലുകളാണ്.